സമയത്ത് നമ്മൾ ചിലയിടത്ത് നിന്നും ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് പോകാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരിടത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നു. ഈ ഇടം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ആകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം, കുടുംബമാകാം, തൊഴിലിടമാകാം, എവിടെയോ ആകാം. പക്ഷേ ചിലപ്പോൾ ഇറങ്ങിപ്പോവുക, വാക്കിംഗ് എവേ, അത് മാത്രമായിരിക്കും ഒരു ശരിയായ തീരുമാനം, അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള തീരുമാനം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇത്രയും നാളെ പിടിച്ചു നിന്നു? വെറുതെ അല്ല, നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്, നമ്മളെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ കണ്ടീഷൻഡാണ്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. ഈ അടുത്തിടെയായിട്ട് നമുക്കൊക്കെയുള്ള ഈ അറിവ് ഇല്ലാതിരുന്ന അത്രയും കാലം നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യണം, സഹിക്കണം, മുന്നോട്ട് പോകണം, ഇതൊക്കെയാണ് ജീവിതം, ഇവിടെ സഹിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും എന്നൊക്കെ പല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മനസ്സൊരു കാരണം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു, സ്റ്റേ ചെയ്യാം, കുറച്ച് നാളുകൂടി മുന്നോട്ട് പോയി നോക്കാം, അല്ലെങ്കിൽ പോകുന്നിടത്തോളം പോകട്ടെ, അങ്ങനെ പോകുന്നിടത്തോളം പോകട്ടെ എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ലൈഫ് നഷ്ടപ്പെടുന്നത് വരെ, നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ ഒന്നിനും പറ്റാത്തവരാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത് വരെ നമ്മൾ എവിടെയും പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. വാക്കിംഗ് അവേ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഏത് സന്ദർഭത്തിലും എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പവിദ്യയോ സൂത്രപ്പണിയോ ഒന്നുമല്ല. നമ്മൾ നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ എടുക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമാണ്, മുന്നോട്ട് പോകാനുള്ള ധൈര്യവുമാണ്. ഇനി ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, ഈ ഒരു ഡിസിഷൻ ഞാൻ എടുത്താൽ അത് ഒരു സെൽഫിഷ്നെസ്സായി വിലയിരുത്തപ്പെടുമോ, അല്ലെങ്കിൽ അതെൻ്റെ ഒരു വീക്ക്നെസ്സായി മാറുമോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഗിവ് അപ്പ് ചെയ്യുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള 1000 ചിന്തകൾ നമ്മുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒന്നുമല്ല. ഈ ചിന്തിക്കുന്നവരും പറയുന്നവരും ജഡ്ജ് ചെയ്യുന്നവരും അവര് ഓരോ സമയം ഓരോ ടോപ്പിക്ക് നോക്കിയിരിക്കുന്നവരാണ്, ഫ്രഷ് ടോപ്പിക്. അപ്പൊ അവരുടെ പ്രീവിയസ് ടോപ്പിക് ഒരു കാലഹരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു പുതിയ ടോപ്പിക്ക് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ടോപ്പിക്ക് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അവർ ചർച്ച ചെയ്യട്ടെ. അവർ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ, അവർ ചർച്ച ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്ക് എന്താ, അല്ലേ? നമ്മൾ തളർന്നു പോകുമ്പോൾ ഇവരാരുമല്ല നമ്മളെ താങ്ങാനുള്ളത്, നമ്മുടെ കൈകളല്ലാതെ നമുക്ക് ഒന്നുമില്ല. നമുക്ക് പിടിച്ചു നിൽക്കാനും നമ്മളെ താങ്ങി നിർത്താനും നമുക്ക് നമ്മളേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചിന്തിക്കുന്നവർ ചിന്തിച്ചോട്ടെ, പറഞ്ഞവർ പറയട്ടെ, ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ദം ടോക്ക്. അങ്ങനെ എന്നിട്ട് നമ്മൾ വിചാരിക്കുക, ഇത് എൻ്റെ ശക്തമായൊരു തീരുമാനമാണ്, ഞാൻ എടുക്കുന്ന ധൈര്യമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോഴൊക്കെ എന്നുള്ളത്, എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോൾ. ഈ ചിലപ്പോൾ എപ്പോഴൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. നമ്പർ 1, വെൻ ദർ ഇസ് നോ റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്നുമില്ലടോ. അതായത് നമുക്ക് തോന്നും ആ സ്നേഹം ഉണ്ടല്ലോ അത് മതി. അത് സ്നേഹമല്ല. റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്നേഹമല്ല, അത് വെറും ഒരു അറ്റാച്ച്മെന്റ് മാത്രമാണ്. അറ്റാച്ച്മെന്റും സ്നേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ റെസ്പെക്റ്റ് ഇല്ല, നിങ്ങളെ കോൺസ്റ്റന്റ്ലി ഡീവാല്യൂ ചെയ്യുകയാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും നിങ്ങളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ റെസ്പെക്റ്റ് ഇല്ല. റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് നിൽക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ റെസ്പെക്റ്റ് ഇല്ലായ്മ, ഇതിലൊരു ആവർത്തന സ്വഭാവമുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ്, എനിക്കിവിടെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എന്നെ പലപ്പോഴായി അപമാനിക്കുന്നു, പലപ്പോഴായി ഞാൻ ഒന്നും അല്ലാത്തവനായിട്ട് മാറുന്നു എന്ന് തോന്നുന്നിടത്ത്
റെസ്പെക്റ്റ് ഇല്ല എന്ന് ബോധ്യപ്പെടുന്നിടത്ത് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ജസ്റ്റ് വാക്കിംഗ് അവേ ഫ്രം ദ. ഈ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല, വളരെ പാടാണ്. പക്ഷെ ആ ഒരു സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കുന്നതിനേക്കാളും എളുപ്പമാണ്. നമ്മൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിലേക്ക് അയക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടെയാണ് നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത്. അത് നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത വിധം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് പോകുന്നത് നമ്മുടെ ആ ഒരു ഇറങ്ങിപ്പോയിൽ കൂടി. ഇനി നമ്പർ 2, മറ്റൊരു സിറ്റുവേഷൻ പറയാം. അതായത് വെൻ യു ആർ കീപ് എക്സ്പ്ലൈനിങ് അബൌട്ട് യുവർ സെൽഫ് ബട്ട് നത്തിങ് ചേഞ്ച്. അതായത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പല കാര്യങ്ങളെ പറ്റിയിട്ടും എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പ്രസന്റ് ആയിരിക്കാം, പക്ഷേ ഒരു കാര്യവും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ വാക്കിന് യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് യാതൊരു മൂല്യവും ഇല്ല എന്നുള്ളതാണ്. നിങ്ങളവിടെ കേൾക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പിന്നെ അവിടെ നിന്നിട്ട് പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല. പിന്നെ സ്വയം ത്യാഗങ്ങളൊക്കെ സഹിച്ച് സ്വയം ഉരുക്കി മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ജീവിക്കുക, അതൊരു ജീവിതമല്ല. ജീവിക്കുക എന്ന് പറയാനേ പറ്റില്ല. അതൊക്കെ ഒരു മണ്ടത്തരമാണ്, വലിയ മണ്ടത്തരം. പിന്നീട് ഒരിക്കൽ നമുക്ക് നമ്മളോട് തന്നെ കുറ്റബോധം തോന്നാനുള്ള ഒരു മണ്ടത്തരം. അപ്പൊ അതിന് നിൽക്കാതിരിക്കുക, അല്ലേ? ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ കേൾക്കും, ലിസൺ ചെയ്യും, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അങ്ങനെ നോക്കുന്നത് മാത്രമാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അതായത് ലിസണിങ്ങും ഒരു വില്ലിങ്നെസ് ടു ഇംപ്രൂവ്, ഈ ഒരു 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്ന് പറയാൻ പറ്റൂ. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും, ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് വേസ്റ്റിംഗ് യുവർ ടൈം, അല്ലേ? അപ്പോൾ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മൾ അവിടെ നിന്നും സ്റ്റെപ്പ് ഔട്ട്. ഇങ്ങനെ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലേ ടോക്സിക് അല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഹെൽത്തി ആയിട്ടുള്ള വർക്ക് പ്ലേസും ഹെൽത്തി ആയിട്ടുള്ള എല്ലാം നമ്മുടെ ലൈഫിൽ വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഓൾറെഡി ഈ ടോക്സിക് ആയതും വേണ്ടാത്തതും അല്ലെങ്കിൽ നമ്മളെ കൊല്ലുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഫിൽഡ് ആക്കി വെച്ചിരുന്നാൽ അവിടെ പുതുതായിട്ടും ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും വരാനുള്ള ഒന്നിനുമുള്ള ഒരു സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാത്തിടത്തോളം ഈ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡായി പോവും. അതുകൊണ്ട് പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് വരാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. നമ്പർ 3, when the situation constantly draining your peace. അതായത് ചില ഘട്ടങ്ങളിലുള്ള നമ്മുടെ ജീവിതം നമ്മളെ വല്ലാതെ സ്ട്രെസ്ഡ് ആക്കും. നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും, നമ്മൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കും, നമുക്ക് ഒന്നും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മൾ അതിന് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ കോപ്പിംഗ് മെക്കാനിസംസ് പരീക്ഷിച്ച് നോക്കിയാലും നമുക്ക് പീസ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് സമാധാനമില്ല എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ജസ്റ്റ് വാക്കിംഗ് അവേ, മൂവ് ഓൺ ആൻഡ് റീസ്റ്റാർട്ട് യുവർ ലൈഫ്. ദാറ്റ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ, അല്ലേ? നമ്മളെ മെൻ്റലി ടയർഡാക്കുന്ന, നമ്മളെ ഡ്രെയിൻഡ് ആക്കുന്ന, നമ്മളെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കേണ്ടവരല്ല നമ്മൾ. അവർക്ക് നമ്മളുടെ കൂടെ നിൽക്കാനുള്ള അർഹതയില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ചേഞ്ച് ആവൂ. നമ്മൾ ആദ്യം ചേഞ്ച് ആവണം. അപ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും ചേഞ്ചായി മാറി വരുന്നത്. നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും അധികം സംസാരിക്കാത്ത ഒരു ബാല്യകാലത്തിലൂടെ വന്നിട്ടുള്ളവരായിരിക്കും. അന്നൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾ മാറി, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ
പുറത്തുനിന്ന് ആരും വരില്ല, ഒരാളും വരില്ല. അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നിടത്തോളം ഇറ്റ് വിൽ ബി സെയിം. ഓക്കെ. നമ്പർ 4, വെൻ യു സ്റ്റാർട്ട് ഫീലിംഗ് ലൈക്ക് യു ആർ ലൂസിങ് യുവർ സെൽഫ്. നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നല്. ഈ പഴയ ഞാൻ അതെവിടെ പോയി, എനിക്ക് എൻ്റെ പഴയ എന്നെ വേണം, എനിക്ക് എവിടെയോ എന്നെ നഷ്ടപ്പെട്ടു, ഇതായിരുന്നില്ല ഞാനെന്നൊക്കെയുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോന്നലുണ്ടല്ലോ, അത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നിടം നമ്മുടെ ഇടം അല്ലടോ. നമ്മുടെ ആൾക്കാരല്ല, നമുക്കുള്ളതല്ല ആ ഒന്നും. അതിൽ നമുക്ക് നീ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളായി നിൽക്കാൻ പറ്റാത്തിടത്തോളം, നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നിടത്തോളം, നമ്മൾ ഓക്കെ അല്ലെങ്കിലും ഓക്കെ ആയി നിൽക്കേണ്ടി വരുന്നിടത്തോളം അതൊന്നും നമ്മുടെ അല്ല. നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനി എന്തൊക്കെ നിങ്ങൾ നിലനിർത്തി എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എന്ത് കാര്യമാണ്, എത്ര നാളത്തേക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? പറയ്, ഉത്തരം പറയേ. ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ പോരല്ലോ, ഇതിനൊക്കെ ഉത്തരം വേണ്ടേ? വേണം. നമ്പർ 5, വെൻ യു ആർ കീപ് നോട്ടിസിങ് റിപ്പീറ്റഡ് പെയിൻഫുൾ പാറ്റേൺസ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ വേദനിപ്പിക്കുന്ന സ്വഭാവ രീതികളുടെ ഒരു ആവർത്തനം നിങ്ങളിങ്ങനെ നോട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തവണയായി, അടുത്ത തവണയായി, പല തവണയായി. പക്ഷെ പല സാഹചര്യങ്ങളിൽ, പല വേർഷൻസിൽ ഇത് മാറി മാറി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഡിസിഷൻ, സ്റ്റാൻഡ് വിത്ത് യു. യെസ്, യു ക്യാൻ. നിങ്ങൾക്ക് പറ്റും. നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ള ധൈര്യം വേണം. മുന്നോട്ട് പോകാൻ പറ്റും, എനിക്ക് ജീവിക്കാൻ പറ്റും, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. നമ്പർ 6, നിങ്ങളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടൂ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ മറ്റൊന്നും അവലോകനം ചെയ്യുന്നില്ല, മറ്റു റീസൺസ് നിങ്ങൾ മനസ്സിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് കോൺസ്റ്റന്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പോകണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇതല്ല നിന്റെ പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ഗട്ട് ഫീലിങ്സ് ഇല്ലേ, നമ്മുടെ ഇൻസൈറ്റ്സ് ഇല്ലേ, അതിനെ വിശ്വസിക്കണം. ഈ ഗട്ട് ഫീലിങ്സ് എന്ന് പറയുന്നതിന് ഉൾക്കാഴ്ച എപ്പോഴൊക്കെ തള്ളിക്കളയുന്നോ അപ്പോഴൊക്കെ ആ സങ്കടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതിനേക്കാളും വലിയ വീഴ്ചയിലേ നമ്മളെ കൊണ്ട് എടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ്, ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു ശരിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ, walking away from some people or situation or home or family or relationship or whatever it is, അത് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വീണ്ടെടുത്ത് കൊണ്ടുവരും, നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങളുടെ ജീവിതം റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി തരും. അത് സെൽഫിഷ്നെസ് അല്ല, അത് നിങ്ങൾ ആരോടും ചെയ്യുന്ന തെറ്റല്ല, നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യവുമല്ല. ചില സമയത്ത് അത് മാത്രമേ ഉണ്ടാവും നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി. ചില ബെനിഫിറ്റ്സ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് അതിനേക്കാളും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പീസ്ഫുള്ളായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, ആങ്സൈറ്റി കാരണം ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും മനസ്സ് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ ജീവിതമല്ല. നമ്മളിങ്ങനെ ഒരു യന്ത്രത്തെ പോലെ ചലിച്ചുകൊണ്ടിരിക്കാൻ യന്ത്രമല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ വേദനിക്കുന്ന മനസ്സിനെ ശാന്തമാക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും വരില്ല, അന്യഗ്രഹ ജീവികളാരും വരില്ല, ചുറ്റുമുള്ള ആരും ഒരു ദിവസം ഒരു മാലാഖയായി പരിണമിക്കില്ല എന്നൊക്കെയുള്ള ബോധ്യം ഉണ്ടായിട്ട് സ്വയം ധൈര്യം വീണ്ടെടുത്ത് കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ ചിന്തിക്കുക, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? മാറ്റം എന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഞാനാണ് മാറ്റം, എനിക്ക് പറ്റും, എനിക്കതിനുള്ള ധൈര്യമുണ്ട് എന്നുള്ള ഒരു അതൊക്കെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ട് പോകാനുള്ള ആർജവം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ചിന്തിക്കുക, ധൈര്യപൂർവ്വം തീരുമാനമെടുക്കുക, ധൈര്യപൂർവ്വം അവനവന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക. ആ ഒരു പോയിന്റിൽ നമ്മൾ നമ്മളെ കൊണ്ടുപോയി എത്തിക്കണം. അതിനുശേഷം നമുക്ക് നല്ലൊരു ലൈഫുണ്ട്. ഇതൊന്നും ആയിരുന്നല്ലോ ലൈഫ്, അതിനുശേഷം ഉള്ളതാണ് ലൈഫ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. താങ്ക് യു ഫോർ വാച്ചിങ്.